24 വർഷമായി ഈ ഡ്രസ്സ് എന്റെ കയ്യിൽ 24 ഇയർ ആയിട്ട് ഞാൻ ആയിരിക്കണം. എറണാകുളത്തുള്ള പരമ്പരാഗത പാരമ്പര്യമുള്ള ഒരു പുരാതനമായ ഷോപ്പിൽ നിന്നാണ് എടുത്തത്. എന്റെ വെഡിങ്ങിന് എന്റെ ഹസ്ബൻഡ് എന്റെ പെണ്ണാണ് വന്നപ്പോൾ ഇട്ട ഡ്രസ്സ് വരെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. റെഡിയായോ? ഹായ്, ഞാൻ ഇന്ന് ഒരു ചെറിയ വ്ളോഗ്, അന്ന് ഞാൻ ചെയ്ത വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഷോപ്പിലേക്ക് പോവാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്നത് നമ്മളുടെ പ്യോർ വിസ്കോസിൽ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഒരു 3950 റേഞ്ചിൽ, ഒരു 4K റേഞ്ചിൽ വന്നിരിക്കുന്ന ചിക്കൻ കറി. എനിക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ ആ ചിക്കൻ കറി. എന്തോ എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ കറിനോടുള്ള നമുക്ക് ഒരിക്കലും പോകില്ല എനിക്ക്. അപ്പൊ നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കണം. ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ബോഡി ഫുള്ള് വന്നിട്ടുണ്ട്. ഇതിന്റെ ബോട്ടമിലും വർക്ക് ഉണ്ട്, ബോട്ടമിന്റെ എൻഡിലും ചിക്കൻ കറി വർക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സ്യൂട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ സെർച്ച് കോഡ് നമ്മളിൽ മെൻഷൻ ചെയ്യാം. കാണാത്ത ആളുകൾ ഉണ്ടാവും, ചിലപ്പോൾ ഒരുപാട് വീഡിയോസ് ഇരുന്നുണ്ട്, ചില വീഡിയോസ് അങ്ങ് മിസ്സാവും. ഈ ചിക്കൻ കറി ജർദോസി എന്നൊക്കെ പറയുന്നത് എവർ ഗ്രീൻ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള വർക്കുകളാണ്. ഇത് ഞങ്ങളുടെ ഡ്രസ്സിംഗ് റൂം ആട്ടോ. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു പിന്നെ ഹോം ടൂറൊക്കെ ചെയ്യുമെന്ന്. ഹോം ടൂർ ഒന്നും കാണിക്കാനുള്ള മാത്രം ഒന്നും അത്ര വലിയ സംഭവമൊന്നുമല്ല. ഒരു നോർമൽ വീടാണ് എൻ്റെത്. ബിക്കോസ് ഇത് ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ വെച്ചൊരു വീട് തന്നെയാണ്. ഹോം ടൂർ കാണിക്കാനുള്ള അത്രമാത്രം ഒന്നും ഇല്ല. അപ്പൊ ഞാനിങ്ങനെ ചെറിയ പാർട്ടിയായിട്ട് കണ്ടുപോകാം. അപ്പൊ ഇന്ന് ഇതാണ് ഒരുങ്ങിയിട്ടൊക്കെ പോകാൻ നിൽക്കുന്നു. വീക്കെൻഡാണ്, ഷോപ്പിൽ നല്ല തിരക്കുണ്ടാവും എന്ന് വിചാരിക്കണം. നല്ല തിരക്കാണ്. അപ്പൊ വീക്കെൻഡിലുണ്ടല്ലോ ഞാൻ ഇച്ചിരി ഒരുങ്ങിയിട്ടൊക്കെ പോകും. കുറെ പേരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകും. അതർ ഡേയ്സ് തിരക്കുണ്ടാവില്ല എന്നല്ല, അതർ ഡേയ്സ് ഓൾസോ തിരക്കുണ്ടാവും. പക്ഷെ വീക്കെൻഡിന്റെ അത്ര റഷ് ഉണ്ടാവില്ല. ഇപ്പൊ സാറ്റർഡേസും സൺഡേസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ പാർക്കിംഗ് ഒക്കെ ഫുള്ള്, റോഡിലൊക്കെ വണ്ടിയായിരിക്കും, നിറയെ ആളുകളായിരിക്കും. അപ്പോൾ വീക്കെൻഡ് ഡേയ്സിൽ ഞാൻ കുറച്ചധികം ഒരുങ്ങിയിട്ടൊക്കെ പോവാം. ഒരു കാര്യം പറയണം എന്ന് ഓർത്ത് വ്ളോഗിന്റെ ഇടയ്ക്ക്. അതായത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 10th ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ എന്താ പറയാ, അതിന് ഫെയർവെൽ എന്നൊക്കെയാ പറയാം. നമ്മളുടെയൊക്കെ കാലത്ത് അതിന് സോഷ്യൽ എന്നാ പറയാ. സോ എന്റെ 10th ഞാൻ 2000-ലാണ് 10th എഴുതിയത്. 2000 ഇയറിലാണ് എഴുതിയത്. 99-2000 ബാച്ചാണ് ഞാൻ. അപ്പോൾ അന്ന് സോഷ്യൽ എന്നാ പറയാം. അപ്പൊ ഒന്ന് എല്ലാ കുട്ടികളുടെയും, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ ഉണ്ടല്ലോ ഒരു ഡ്രീം ഡേ ആണത്. അയ്യോ, അവരാകെപ്പാട് എന്ന് വെച്ചാൽ 10th ക്ലാസ് ഒക്കെ ഇങ്ങനെ. ഞാനൊരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്, ഫോർട്ട് കൊച്ചി ഫാറ്റിമ ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഭയങ്കര ഗവൺമെന്റ് അല്ലേ, സോ ഭയങ്കര സ്ട്രിക്റ്റ്. അപ്പോൾ നമ്മളുടെ അന്നത്തെ കാലത്തിട്ട് അതൊരു ഡ്രീം ഡേ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ വെയിറ്റ് ചെയ്ത് നിന്നും ഞാൻ ഒന്നിച്ചും കൂടെ പോയി ഒരു ലെഹങ്ക എടുത്തായിരുന്നു. എനിക്ക് ലെഹങ്ക മീൻസ് ഇന്നിപ്പോൾ തന്നെ ക്രോപ്പ് ടോപ്പ് സ്കേർട്ട് എന്ന് പറഞ്ഞാൽ ക്രോപ്പ് ആയിട്ടല്ല, ലെഹങ്ക മീൻസ് ഇത്രയും ഇറക്കമുള്ള ബ്ലൗസും ക്രഷ് സിൽക്കിന്റെ ഒരു ഇതുമായിട്ട്. അതിന് അന്ന് ഒരു 2000 ഇയറിൽ അന്ന് അതിനൊരു 8000-ഓ 10,000 അടുത്ത് റേറ്റ് ആയി. പക്ഷെ അന്ന് നമുക്ക് 8,000 രൂപ 10,000 രൂപ ഉണ്ടെങ്കിൽ 2-3 പോയിന്റ് സ്വർണ്ണം കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഡേ ആയത്. നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ ആ ഡ്രസ്സ് എടുത്തിട്ട് വരാം. ഇത് ഞങ്ങളുടെ വാർഡ്രോബാട്ടെ, ഇങ്ങോട്ട് കാണിക്കണ്ട സോനെ. ഇതൊരു വാക്കിംഗ് വാർഡ്രോബാണ്. വാർഡ്രോബിന് വേണ്ടി മാത്രം നമ്മളൊരു ഏരിയ സ്പെഷ്യലി ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇരിക്കും. ഇവിടെ ആകുമ്പോൾ ഫേസിൽ ചൂടില്ലാതെ അപ്പോൾ ഉണ്ടല്ലോ, കിട്ടുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ആ ഡ്രസ്സ് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മറ്റേ എനിക്ക് ഇതൊക്കെ പറയുമ്പോൾ തോന്നുന്നത് ഉർവശിയുടെ ഒരു കടുക്കൽ കല്യാണം മൂവി ഞാൻ ആദ്യം പല്ല് വന്നപ്പോൾ തേച്ച ബ്രഷാണ് എന്ന് പറയുന്ന പോലെ കരുതരുതും. ഞാനുണ്ടല്ലോ പൊതുവെ ഡ്രസ്സുകളെല്ലാം ഭയങ്കര സൂക്ഷിക്കുന്ന ഒരാളാണ്, ഭയങ്കരമായിട്ട്. എനിക്ക് ഡ്രസ്സുകളെ ഞാൻ അതുപോലെ സൂക്ഷിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഈ ബിസിനസ്സിൽ എനിക്ക് ഇത്ര ഉയർച്ച നമുക്ക് ദൈവം തരുന്നത്. കാരണം കൊച്ചിലെ മുതലാണെങ്കിലും ഡ്രസ്സുകളൊന്നും നശിപ്പിക്കത്തില്ല, ഭയങ്കര കെയർഫുള്ളി ഉപയോഗിക്കും. പിന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചീത്തക്കാൻ തന്നെ പറ്റുമെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കൊടുത്തേക്കും. അതും എൻ്റെ മനസ്സിന് ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കത്തുള്ളൂ, അല്ലാത്തവർക്ക് കൊടുക്കത്തില്ല. അത് അവരും സൂക്ഷിക്കും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ബൈ ദ വേ ഞാൻ പറഞ്ഞ കാർഡ് കയറുന്നു. ഡ്രസ്സ് കാണിച്ചാട്ടെ, ജർദോസിന്റെ ആ ഒരു മാജിക് ആണ്. ഇതുണ്ടോ, ആരെങ്കിലും വിശ്വസിക്കോ? കണ്ടോ, വെൽവെറ്റില് ഫുള്ളും ജർദോസി ചെയ്തതാ. ഇത് എത്ര വർഷമായി? 24 വർഷമായി ഈ ഡ്രസ്സ് എൻ്റെ കയ്യിൽ. 24 ഇയർ ആയിട്ട് ഞാനിത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഡ്രസ്സാണ്. അന്നത്തെ സ്റ്റൈലില് ബ്ലൗസിന്റെ നീളം കണ്ടോ, കുറച്ച് ലോങ് ആയി, ഇപ്പോഴാണ് ക്രോപ്പ് ഇറങ്ങിയത്. പക്ഷേ നിങ്ങളിത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. ജർദോസിക്ക് വല്ല കേടും വന്നിട്ടുണ്ടോ നോക്കിക്കേ, വല്ലതും വന്നിട്ടുണ്ടോ? ഞാൻ ഒരു കോട്ടണിനകത്ത് പൊതിഞ്ഞെടുത്ത് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത്. പിന്നെ ഇതിന്റെ സ്കേർട്ട് കാണിച്ചാട്ടെ, ഒരു സിൽക്കാണ്, ക്രഷ് സിൽക്ക്. ഇതിങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സിൽക്ക് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടാണ് അത്. അന്ത കാലത്തിൽ ഇത് വന്നിട്ട് ഇത്രയും ക്രിയേഷൻ ചെയ്ത ആള് പുലിയായിരിക്കണം. എറണാകുളത്തുള്ള പരമ്പരാഗത പാരമ്പര്യമുള്ള ഒരു പുരാതനമായ
ഷോപ്പിൽ നിന്നാണ് എടുത്തത്. ഷോപ്പ് വേണമെങ്കിൽ ഞാൻ പറയാം, പാർത്താസ് നിന്നാണ് എടുത്തത്. പാർത്താസ് ഇപ്പോൾ അടച്ചുപോയി, എറണാകുളം അവർക്ക് എന്തോ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് പാർത്താസ് ഇപ്പോൾ അടച്ചുപോയി. പക്ഷെ പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ പാർത്താസ്, ജയലക്ഷ്മി അവരൊക്കെ കല്യാൺ പിന്നെ കുറച്ച് വലുതായിട്ടാണ് വന്നത്. ജയലക്ഷ്മി പാർത്താസ് ഒക്കെ പണ്ടൊട്ടേ അവിടെ ഉണ്ട്, അവിടെ നിന്നാണ് എടുത്തിരുന്നത്. അപ്പം എന്താ പറയാ, ഇത്രയും വർഷമായിട്ട് ഞാനിത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ലക്നവിയും. ഈ സർദോസി ഇതുപോലെ തന്നെ കൽക്കത്തയിലുള്ള വർക്കേഴ്സ്, സ്പെഷ്യൽ കാരിഗേഴ്സ് ചെയ്യുന്ന ഒരു പരമ്പരാഗതമായ ഹാൻഡ് വർക്ക്സ്. ഇന്നിപ്പോൾ ഈ ഹാൻഡ് വർക്ക്സ് എന്നും പറഞ്ഞ് നമുക്ക് ഇതുവല്ലോ ആണോ കിട്ടുന്നത്? ഇന്നത്തെ കാലത്ത് ഈ മത്സരങ്ങളും റേറ്റ് അഡ്ജസ്റ്റ്മെന്റിന്റെ ഓട്ടത്തിനും ഇടയ്ക്ക് നമ്മൾ ഈ കാരിഗേഴ്സിന്റെ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കും. എന്ത് പറഞ്ഞു കൊടുക്കും? ഭയ്യ ഇത്ര റേറ്റ് തരണം, അത്ര റേറ്റ് തരണം. കാരിഗറിന് ഇട്ട് പിഴിയും തോറും കാരിഗർ എന്ത് ചെയ്യും? അതിന്റെ വർക്കിന്റെ ക്വാളിറ്റി അങ്ങ് കുറക്കും. പക്ഷെ ക്വാളിറ്റി വർക്ക് ഈസ് എപ്പോഴും ഇതാണ് എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ചിക്കൻ കാര്യം ഭയങ്കര നല്ല ക്വാളിറ്റി. എത്ര വർഷം വേണമെങ്കിൽ സൂക്ഷിച്ചാൽ ഓരോ ഡ്രസ്സിന്റെ മെയിൻ്റനൻസ് നമ്മൾ അതുപോലെ നോക്കണം എന്നേ ഉള്ളൂ. അതായത് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളുടെ വീട്ടിലൊരു ഹ്യുണ്ടായുടെ ഐറ്റൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഐറ്റൻ നോക്കുന്ന പോലെയാണോ നമ്മൾ ബെൻസ് നോക്കുന്നത്? അല്ലല്ലോ. ഐറ്റൻ നമ്മൾ എല്ലാ റഫ്യൂസിനും എടുക്കുന്നു, പക്ഷെ ബെൻസ് നമ്മൾ കുറച്ചുകൂടി കെയർ ചെയ്യണം. എന്നാൽ ബെൻസ് വില കൂടുതലാണ്, പക്ഷെ ബെൻസ് നമ്മൾ കെയർ ചെയ്തേ പറ്റത്തുള്ളൂ. അതൊരു വലിയ കാറിന്റെ കാര്യം ഉദാഹരണം പറഞ്ഞിട്ടാ ഞാൻ. അതുപോലെ ആയിരിക്കണം ഡ്രസ്സും. കൂടിയ വസ്ത്രങ്ങൾ എപ്പോഴും നമ്മൾ അതുപോലെ സൂക്ഷിച്ചാൽ ട്രസ്റ്റ് മീ ഒരുപാട് കാലം ഇരുന്നോളൂ. എന്റെ ഡ്രസ്സുകളൊക്കെ തന്നെ. പിന്നെ ഞാനിവിടെ എന്റെ സ്റ്റാഫുകൾക്കൊക്കെ കുറേ കൊണ്ടു കൊടുക്കും. എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ എടുക്കുന്ന ഡ്രസ്സുകൾ എന്താ. അപ്പൊ ഞാൻ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളല്ലേ, മിക്കവർക്കും എന്റെ സൈസ് ഉള്ളവർക്കൊക്കെ ഓൾട്ടർ ചെയ്തൊക്കെ കുറേ പേർക്ക് അങ്ങ് കൊടുക്കും. അവർ നല്ല ഡ്രസ്സ് കിട്ടിയാന്ന് വിചാരിക്കും. പിന്നെ എന്റെ വീട്ടിൽ നിൽക്കുന്ന ചേച്ചിമാർക്കൊക്കെ കൊടുക്കും. പിന്നെ എന്റെ കസിൻസ് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ കൊടുക്കും. പിന്നെ ഞാൻ ഉപയോഗിക്കും. എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അതിന് ഈവൻ ഒരു 1000 രൂപയുടെ ചുരിദാറാണെങ്കിൽ ഞാൻ കൊടുക്കത്തില്ല, ഞാൻ സൂക്ഷിച്ചതുപോലെ എടുത്തു കൊടുക്കും. അപ്പൊ ഇതെന്റെ 10th ലെഹങ്ക ആട്ടോ, 10ാം ക്ലാസ്സിലെ 99-2000. താജ്മഹൽ പഠിച്ച ആരെങ്കിലും ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഇത് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടാവും. കാരണം ഞാൻ അന്ന് എടുത്തതാണ്. ഈ സ്കേർട്ട് പ്യോർ സിൽക്കായിരുന്നു, അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ പിഞ്ചിപ്പോയി. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, പ്യോർ സിൽക്ക് ആയതുകൊണ്ട് ഇത് ഇങ്ങനെ പിഞ്ചിപ്പോയി. യൂസ് ചെയ്യാതിരുന്ന് തനി പ്യോർ സിൽക്കിനകത്താണ് ഇത് ചെയ്തേക്കുന്നത്. ഇതിന്റെ ലൈനിങ് അവർ കോട്ടനൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ 24 വർഷത്തിന് ശേഷം ഞാനിത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലത്തെ ഡ്രസ്സൊക്കെ നിങ്ങളിങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്? ഇതിനകത്തൊരു കേടും പറ്റിയിട്ടില്ല കേട്ടോ. ഇതിന്റെ അന്നെന്റെ വണ്ണം നോക്കിയാൽ നിങ്ങൾ ഒട്ടും വണ്ണില്ല. ഇതുണ്ടോ, ഇത്ര ഉള്ളായിരുന്നു. ഇപ്പൊ ഇതിന്റെ കൈ മാത്രമേ കയറുള്ളൂ, ഇതിനകത്ത് അത്ര. പക്ഷെ സ്റ്റിൽ ഞാനിത് സൂക്ഷിക്കും. അങ്ങനെ എന്റെ ഓരോ ഡ്രസ്സുകളും എന്റെ വെഡിങ്ങിന് എന്റെ ഹസ്ബൻഡ് എന്റെ പെണ്ണാണ് വന്നപ്പോൾ ഇട്ട ഡ്രസ്സ് വരെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാല് എന്റെ കല്യാണം സഡൻ ആയിട്ടായിരുന്നു കേട്ടോ. സഡൻ ആയിട്ടായിരുന്നു എന്ന് വെച്ചാൽ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാർ അവിടെ ഒരു ഫംഗ്ഷന് വന്നപ്പോൾ അവര് പെട്ടെന്ന് സഡൻ ആയിട്ട് ആലോചിച്ചു. അതുപോലെ തന്നെ എന്താ പറയാ, എന്നിട്ട് എന്താ പറയാ, ആദ്യമായിട്ട് തന്നെ ഒരാൾ പെണ്ണ് കണ്ടിട്ടുള്ളത് അയാൾ തന്നെ എന്റെ കല്യാണം കഴിച്ചു. വേറെ പെണ്ണാണല്ലോ, കല്യാണം തിരക്കൽ പരിപാടി ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതെന്റെ റൂമാണ്. ഈ പറഞ്ഞ കണക്ക് തന്നെ ഞങ്ങൾ വീടും റൂമൊക്കെ ഇത് 12 സുഹേല നിർത്തുന്നത് അതുപോലെ 15 വർഷത്തിന് മുകളിലായിരുന്നു. 15-16 അത്രയും വർഷമായിരുന്നു, ഓർക്കുന്നില്ല കേട്ടോ. സുഹേലിന് ഒരു വയസ്സ് 16 സുഹേല ഒരു 17 വയസ്സ് എങ്കിലും ആയിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. 17 കറക്റ്റ് ഞാൻ നോക്കിയിട്ട് പറയാമേ. മുമ്പ് വെച്ച വീട് ഇപ്പോഴും സൂക്ഷിക്കും. അപ്പൊ അത് ഹസ്ബൻഡ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. വീടും പരിസരമൊക്കെ നല്ല വൃത്തി വേണം, അല്ലെങ്കിൽ ഭയങ്കര ചേച്ചിമാരുണ്ടെങ്കിലും നമ്മളാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ എന്താ പറയാ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്റെ വ്ളോഗ്. എന്റെ ഡ്രസ്സ് നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്റെ കയ്യിലുള്ള ലക്നവി ഇഷ്ടം പോലെ, എനിക്കൊന്നൊരു 15, 20, 25 മുകളിൽ ലക്നവി സ്യൂട്ട്സ് ഉണ്ട്. കാരണം ലക്നവി എപ്പോഴും എലഗന്റ് ആണ്. അപ്പൊ ഈ ലക്നവിയുടെ ഇത് കോഡ് വേണമെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം, വേണമെങ്കിൽ എടുക്കാം. പിന്നെ നിങ്ങളും എന്നെ പോലെ ഇതേപോലെ ഡ്രസ്സൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരാളാണ് എങ്കിൽ ഒന്ന് നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റ് ചെയ്യാം. ഞാനിങ്ങനെ എല്ലാം എനിക്കുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്നോട് ഒരുപാട് പേര് ചോദിച്ചു കുറേ ദിവസം ഞാൻ പോവാൻ റെഡിയായി. ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഒരു ചെരുപ്പ് ഒരു കൂട്ടം കാണിച്ചത്. കുറേ പേരുടെ ഡൗട്ടാണ് ഈ ലൂസ് ഫിറ്റ് പലാസോ ഒക്കെ ഇടുമ്പോൾ ഫ്ലാറ്റ്സ് ആണോ അല്ലെങ്കിൽ ഹീൽസ് ആണോ അല്ലെങ്കിൽ അങ്ങനെ വെഡ്ജസ് ആണോ, ഏതാണ് ഇഷ്ടം? ഇത് ഇടാനൊന്നും എനിക്ക് പറ്റത്തില്ല കേട്ടോ. ഇത് കാണിക്കാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. ഇതൊന്നും ഇട്ടോണ്ട് എനിക്ക് നടക്കൽ എനിക്ക് പോസിബിൾ അല്ല. ബിക്കോസ് എനിക്ക് കാല് പെയിൻ. ഇത് കണ്ടോ, ഇതുപോലുള്ള പോയിന്റഡ് ഹീൽസ് നന്നായിരിക്കും പലാസോന്റെ കൂടെ. കാരണം ആ ഫ്ലെയേഴ്സ് നന്നായിട്ട് വിസിബിൾ ആക്കി. ഇത് ഞാൻ എടുത്തത് ഇത് കണ്ടോ, നല്ലൊരു ചെരുപ്പായത്. ഇത് കണ്ടോ, അധികം വിലയൊന്നും ഇല്ല. ഇതുപോലെ തന്നെ ഗ്ലാസ് ഫിനിഷിലുള്ള ഇതും പിന്നെ ഇങ്ങനത്തെ പോയിന്റ്. INC എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്, INC.5 അങ്ങനെ തന്നെ. അപ്പൊ അവരുടെ എടുത്ത് എനിക്കിത് ഓഫറിലാണ് കിട്ടിയത്. ആഫ്റ്റർ ഡിസ്കൗണ്ട് എനിക്ക് തോന്നുന്നു 1400 അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. സോ ഇതൊരു ടിപ്പായിട്ട് വെക്കാം. ചെറുപ്പൊക്കെ തൽക്കാലം നമുക്ക് ഇവിടെ വെച്ചിട്ട് കാണാനേ വഴിയുള്ളൂ. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോയ്ക്കൊക്കെ വേണ്ടി ചിലപ്പം സാരി കൊടുക്കുമ്പോൾ ഒന്നൊരു 5 മിനിറ്റത്തേക്ക് എൻ്റെ കാലിന് മുട്ട് ഭയങ്കര വേദനയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ എന്താ പറയുക
ഭയങ്കര ഹീൽസ് ഒന്നും ഇടാൻ പറ്റത്തില്ല, ഫ്ലാറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഇടാനേ പറ്റത്തുള്ളൂ. ബെർക്കിൻ സ്റ്റോക്കോ അതാണ് മെയിൻ യൂസ് ചെയ്യുന്നത്. അത് ഹീലിടാനുള്ള ആഗ്രഹം കൊണ്ട് ബെർക്കിൻ സ്റ്റോക്കിന്റെ കുറച്ച് ഒരു വെഡ്ജസ് ടൈപ്പാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഡോക്ടർ വഴക്ക് പറയുന്നു ഇടരുത്, എന്നാലും ഇടും. പിന്നെ എന്താ പറയാ, ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എന്റെ ജർദോസി കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്റെ വ്ളോഗുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ്, എന്റെ പേഴ്സണൽ കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇന്ന് വേറെ ചെയ്തത് ആസ് യൂഷ്വൽ ഇത് തന്നെ. ഇന്ന് വാച്ച് ഒരു ഫോസിലിന്റെ ഒരു വാച്ചാട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ യൂഷ്വൽ ഇത് വള ഞാൻ മാറ്റത്തില്ല, എൻ്റെ ഫേവറേറ്റ് ലക്കി വളയാണ്. പിന്നെ ഇത് ഞാൻ സ്ഥിരം ഇടുന്ന ഒരു നെക്ലസ് ആണ്. ഇത് എറണാകുളത്തുള്ള ഒരു ജ്വല്ലറി എന്നാണ് വാങ്ങിച്ചത്. ഇത് 18 ക്യാരറ്റിൻ്റെ ആണ്. പിന്നെ എന്താ പറയുക, ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഓരോ വീക്കിലും ഓരോ സംഭവങ്ങളായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കണം. ഇനി കമ്മിങ് ഡേയ്സിൽ എൻ്റെ വെഡിങ് സാരിയും മെഹന്തിക്കിട്ട ഡ്രസ്സും അതൊക്കെ ഞാൻ കാണിച്ചത്. അതൊക്കെ ഇതുപോലെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ എൻ്റെ ലൈഫ് ടൈം എൻ്റെ ഭയങ്കര പ്രഷ്യസ് ആയിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനിനി പോവാണ്. അപ്പം നിങ്ങൾ ഇപ്പം ഇത് സാറ്റർഡേ ആണ്, അപ്പോൾ നല്ല തിരക്കുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറ്റർഡേ എല്ലാം ഓഫാണ്. സാറ്റർഡേ ഇവിടുത്തെ നോക്കിയിട്ട് സാറ്റർഡേ ആയിട്ട് നല്ല തിരക്കുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം എന്താ പറയുക, എനിക്ക് ഇന്ന് വീഡിയോ എടുത്ത് തരുന്നത് എൻ്റെ മോനാട്ടോ, എൻ്റെ ഇളയ മോനാണ് സുഹേൽ. സുഹേലിനെ കാണിച്ചു തരാൻ പറ്റത്തില്ല, സുഹേൽ ബോഡിയൊക്കെ കാണിച്ചിട്ട് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. സുഹേലിനെ വേറെ ഒരു ദിവസം കാണിച്ചു തരാം. എനിക്ക് 2 ബോയ്സ് ആട്ടോ, 2 ആൺമക്കളാണ്. അപ്പം ഇനിയിപ്പോൾ ഷോപ്പിൽ